നമസ്കാരം. ജ്യോതിഷത്തിൽ ശനിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കാനായി പോകുന്നത്. ശനി എന്ന് കേൾക്കുമ്പോൾ തന്നെ പലർക്കും ഭയമാണ് വരിക. എന്നാൽ ശനി കർമ്മഫലമനുസരിച്ച് നേട്ടങ്ങളും ദോഷങ്ങളും നൽകുന്നതായ ദേവനാകുന്നു. എന്നാൽ ശനിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൂടി ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. നവഗ്രഹങ്ങളുടെ ഭരണകാലമാണ് മനുഷ്യജീവിതം. അതിൽ ശനിയുടെ ദശാകാലം എന്ന് പറയുന്നത് 19 വർഷമാണ്. ഏറ്റവും വലിയ ദശ ശുക്രദശയാണ്, കാരണം 20 വർഷമാകുന്നു. രണ്ടാമത്തെ വലിയ ദശ ശനിദശയുമാകുന്നു. ദശകളുടെ ക്രമം തീരുമാനിച്ചിരിക്കുന്നത് നക്ഷത്രങ്ങളെ കേന്ദ്രീകരിച്ചാണ് എന്ന കാര്യവും നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. 3 നക്ഷത്രങ്ങൾക്ക് വീതം ഒരേ വിധത്തിലാവും ദശകളുടെ ക്രമം വരിക. അതായത് അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്രങ്ങളെ 3 വീതം 9 ഗ്രൂപ്പുകളായി തിരിച്ചിട്ടാണ് ഏത് ഗ്രഹത്തിന്റെ ദശയാണ് ആദ്യം എന്ന് തീരുമാനിക്കുന്നത്. ആ രീതി അവലംബിച്ചിട്ടുള്ളതാകുന്നു. ശനിദശ ഓരോ നക്ഷത്രക്കാർക്കും എപ്പോൾ വരുമെന്നും സാമാന്യ ഫലങ്ങൾ എന്താകുമെന്നും ഇവിടെ മനസ്സിലാക്കാം. ആദ്യം സൂര്യദശയുമായി ബന്ധപ്പെട്ട കാര്യം മനസ്സിലാക്കാം. സൂര്യദശ എന്ന് പറയുന്നത് 6 വർഷമാകുന്നു. എന്നാൽ ചന്ദ്രദശ വരുന്നത് 10 വർഷമാണ്. ചൊവ്വാദശ വരുന്നത് 7 വർഷവും, രാഹുദശ 18 വർഷവും, വ്യാഴദശ 16 വർഷവുമാകുന്നു. എന്നാൽ ശനിദശ 19 വർഷമാണ്. ബുധദശ 17 വർഷവും, കേതുദശ 7 വർഷമാണ്. ശുക്രദശ 20 വർഷമാണ്. ഇങ്ങനെയാണ് ക്രമം വരുന്നത്. ഉദാഹരണത്തിന്, ഒരാൾ സൂര്യദശയിൽ ജനിച്ചാൽ ചന്ദ്രദശ 2ാം ദശയും ചൊവ്വാദശ 3ാം ദശയുമാകും. 9ാം ദശ ശുക്രദശയായിരിക്കും. ഇനി ചന്ദ്രദശയിലാണ് ജനനമെങ്കിൽ 2ാം ദശ ചൊവ്വാദശയും 3ാം ദശ രാഹുദശയുമാകും. 2ാം ദശ സൂര്യദശയാകുന്നു. 3ാം ദശ ചന്ദ്രദശ എന്നിങ്ങനെ തുടർന്ന് 9ാം ദശ കേതുവിൽ അവസാനിക്കുന്നതാകുന്നു. ശനിദശ ആദ്യം ആർക്കൊക്കെ? അതേക്കുറിച്ചാണ് ഇനി പരാമർശിക്കാനായി പോകുന്നത്. ആദ്യം ശനിദശ വരുന്നത് പൂയം, അനിഴം, ഉത്രട്ടാതി എന്നീ 3 നാളുകൾക്കാണ്. 9 ദശകളിൽ ഇവരുടെ 1ാം ദശ ശനിദശയാണ് എന്നർത്ഥം. ജനനം ശനിദശയിലെന്നും ഇതിനെ പറയുവാൻ സാധിക്കും. ശനിദശ ആകെ 19 വർഷമാണ്. ഒരു നക്ഷത്രം കണക്കാക്കുന്നത് ശരാശരി 24 മണിക്കൂർ എന്ന തോതിലാകുന്നു. പൂയം, അനിഴം, ഉത്രട്ടാതി എന്നീ 3 നാളുകാർ നക്ഷത്രത്തിന്റെ തുടക്കത്തിൽ ജനിച്ചാൽ ആദ്യ ദശയായ ശനിദശയും 19 വർഷം കിട്ടും. നക്ഷത്രം തുടങ്ങി പകുതി ചെന്നപ്പോൾ, അതായത് 12 മണിക്കൂർ പിന്നിട്ടപ്പോഴാണ് ജനിച്ചത് എങ്കിൽ ശനിദശയും പകുതി പിന്നിട്ട് ശേഷിക്കുന്ന 9.5 വർഷം അഥവാ 9.5 വയസ്സുവരെ മാത്രമേ അനുഭവത്തിൽ വരൂ. ഇത് എല്ലാ ആദ്യ ദശകൾക്കും സ്വീകാര്യമായ തത്വമാണ് എന്ന കാര്യവും നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. ശനിദശയിൽ ജനനവും ബാല്യ കൗമാരങ്ങളും വരുമ്പോൾ ജീവിതത്തിന്റെ ക്ലേശങ്ങൾ നേരത്തെ തന്നെ അറിയുന്നു എന്ന സ്ഥിതി വരാം. തീയിൽ കുരുത്തത് വെയിലത്ത് വാടില്ല എന്ന പഴമൊഴിയിൽ വ്യക്തമാക്കുന്നത് പോലെ പിന്നീട് ജീവിതത്തിൽ ഉണ്ടാകുന്നതായ ക്ലേശങ്ങളെ നിങ്ങൾക്ക് അതിജീവിക്കാനുള്ള ശക്തിയാണ് കൈവരിക്കുവാൻ സാധിക്കുക. ക്ഷമയും സഹനശീലവും പരിശീലിപ്പിക്കുന്നതാകുന്നു. സഹിഷ്ണുതയുടെ പാഠങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ഗുരുനാഥനായി ശനി മാറുകയാണ് എന്നതാണ് വാസ്തവം. എന്നാൽ 2ാം ദശയായി വരുന്നത് ആർക്കൊക്കെ എന്ന കാര്യവും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. പുണർദം, വിശാഖം, പൂരുരുട്ടാതി എന്നീ 3 നാളുകാർക്കാണ് 2ാം ദശയായി ശനിദശ വരുന്നത്. ഈ 3 നാളുകാരുടെയും ജനനം വ്യാഴദശയിലാണ്. വ്യാഴം 16 വർഷമാണ് ഉള്ളത്. ജനനസമയത്ത് ജന്മനക്ഷത്രം എത്ര കഴിഞ്ഞു എന്ന് കൃത്യം അറിയാത്തതിനാൽ ആദ്യ ദശ പകുതി കണക്ക് കൂട്ടുകയാണ് രീതി, അതായത് അർദ്ധദശ. അപ്പോൾ അതുമുതൽ 19 വർഷം ശനിദശയും എന്ന് കണക്കാക്കാം. 2ാം ദശയെ ധനനക്ഷത്രദശ എന്നും പറയും. തന്മൂലം ശനിദശയിൽ പുണർദം, വിശാഖം, പുരുരുട്ടാതി എന്നീ നാളുകാർക്ക് സാമ്പത്തികപരമായി പുരോഗതി കൈവരിക്കുവാൻ സാധിച്ചു എന്ന് വരാം. തനിക്ക് അപ്രകാരം വന്നില്ല എങ്കിൽ മാതാപിതാക്കൾക്ക് ജോലിയിൽ ഉയർച്ച,
വരുമാന വർധനവ് എന്നിവ വന്ന് ഭവിക്കുന്നതാകുന്നു. ക്ലേശങ്ങൾ കുറയാം, വിദ്യാപുരോഗതി വന്നു ചേരാം, ന്യായമായ തൊഴിൽ നേടിയെടുക്കുവാൻ സാധിക്കും. ചിലർക്ക് വിവാഹം എന്നിവയും സിദ്ധിച്ചേക്കാം. ശനിയുടെ സൗമ്യവും ഗുണവും തരുന്നതായ വശമാണ് രണ്ടാം ദശയായി വരുമ്പോൾ അനുഭവത്തിൽ വരിക. എന്നാൽ മൂന്നാം ദശയിൽ ആർക്കൊക്കെയാണ് വരുന്നത് എന്ന കാര്യവും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. തിരുവാതിര, ചോതി, ചതയം എന്നീ 3 നക്ഷത്രങ്ങളിൽ ജനിക്കുന്നവർക്കാണ് ശനിദശ മൂന്നാം ദശയായി വരുന്നത്. ഈ നാളുകാരുടെ ജനനം രാഹുദശയിലാകുന്നു. ദശകളിൽ വച്ച് ശുക്രദശ, ശനിദശ എന്നിവ കഴിഞ്ഞാൽ വലിയ ദശയാകുന്നു രാഹുദശ. സർപ്പദശ എന്നും രാഹുദശയ്ക്ക് പേരുണ്ട്. 18 വർഷമാണ് രാഹുദശയുടെ ദൈർഘ്യം. ആദ്യ ദശ പകുതി കണക്കാക്കും, അതായത് അർദ്ധദശയായി എന്ന നിയമമനുസരിച്ച് 18 വർഷത്തിന്റെ പകുതിയായ 9 വർഷമായിട്ടാണ് രാഹുദശയെ ആദ്യ ദശയായി വരുമ്പോൾ കണക്കാക്കുന്നത്. തുടർന്ന് 16 വർഷം നീളുന്ന രണ്ടാം ദശയായ വ്യാഴദശ, അതും കഴിയുമ്പോൾ ശരാശരി 25 വയസ്സായിട്ടുണ്ടാകും. പൊതുനിയമപ്രകാരം അതുമുതൽ ഈ 3 നാളുകാർക്കും ശനിദശ തുടങ്ങുന്നതുമാണ്. 25 മുതൽ 44 വരെ ഏതാണ്ട് നിറ യൗവനകാലം മുഴുവൻ തിരുവാതിര, ചോതി, ചതയം നാളുകാർക്ക് ശനിദശയാവാം. മൂന്നാം ദശയ്ക്ക് ആപന്നദശ അഥവാ ആപത്തുണ്ടാക്കുന്ന ദശ എന്ന് പേരുണ്ട്. അതിനാൽ ഇവരുടെ ശനിദശ കഠിനമായിരിക്കും. നേട്ടങ്ങൾ തടസ്സപ്പെടാം, പരാശ്രയത്വം ഭവിക്കാം. സമസ്തവും വൈകി ചെയ്യുന്ന ശീലം സ്വാഭാവികമായി തന്നെ പരിണമിക്കാം, അഥവാ അത്തരത്തിലൊരു സ്വഭാവം നിങ്ങൾക്ക് വന്നു ചേരാം. വിശ്വാസ വഞ്ചനയ്ക്ക് പാത്രീഭവിക്കുവാനും ഇടവരാം. ചുരുക്കത്തിൽ ജീവിതത്തിലെ പരീക്ഷണകാലമാവും മൂന്നാം ദശയായി വരുന്ന ശനിദശ. ക്ഷമയും കഠിനാധ്വാനവും സ്ഥിരോത്സാഹവും ഉചിത പ്രാർത്ഥനകളും വിജയിക്കുവാൻ നിങ്ങൾക്ക് അനിവാര്യമായി തീരും. എന്നാൽ 4ാം ദശയായി വരുന്നത് ആർക്കൊക്കെ എന്ന കാര്യവും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. മകീരം, ചിത്തിര, അവിട്ടം എന്നീ 3 നാളുകളിൽ ജനിച്ചവർക്ക് ശനിദശ 4ാം ദശയായി വരുന്നു. ഈ നാളുകാരുടെ ജനനം ചൊവ്വാദശയിലാകുന്നു. ചെറിയ ദശയായാണ് ചൊവ്വാദശ. അതിനാൽ തന്നെ ആകെ 7 വർഷക്കാലമാണ് ദശാകാലം. ആദ്യ ദശയെ അർദ്ധദശയായി സ്വീകരിച്ചാൽ 3.5 വയസ്സ് വരെ ചൊവ്വാദശ എന്ന് ഊഹിക്കാം. 2ഉം 3ഉം ദശകൾ യഥാക്രമം 18 വർഷമുള്ള രാഹുദശയും 16 വർഷമുള്ള വ്യാഴദശയുമാണ്. അപ്പോൾ ശരാശരി 37.5 വയസ്സാവും. അതുമുതൽ 19 വർഷം ശനിദശ, 37 വയസ്സ് മുതൽ 56.5 വയസ്സ് വരെ. യൗവനത്തിൽ തുടങ്ങി വാർദ്ധക്യത്തിന്റെ പടിവാതിലോളം ശനിദശ നീളുന്നതുമാകുന്നു. 4ാം ദശയ്ക്ക് ക്ഷേമ നക്ഷത്രദശ എന്നും പേരുണ്ട്. അതിനാൽ മകീരം, ചിത്തിര, അവിട്ടം എന്നീ നാളുകാരുടെ 4ാം ദശയായ ശനിദശ കഠിനമാവാൻ ഇടയില്ല. അധ്വാനത്തിന് അർഹമായ പ്രതിഫലം, ഗൃഹനിർമ്മാണം, ജോലിയിൽ ഉയർച്ച, മക്കളുടെ വിവാഹം തുടങ്ങിയവ സാക്ഷാത്കരിക്കുവാൻ കഴിഞ്ഞേക്കും. ചിലർക്ക് പ്രവാസ ജീവിതം, ജീവിതശൈലി രോഗങ്ങൾ, സാമ്പത്തിക ബാധ്യത, വേണ്ടപ്പെട്ടവരുടെ വിയോഗം തുടങ്ങിയവ ചില ദുരിതങ്ങൾ കൂടി ശനിദിശയിൽ അനുഭവിക്കേണ്ടതായി വന്നേക്കാം. എന്നാൽ 5ാം ദശയിൽ വരുന്നത് ആർക്കൊക്കെ എന്ന് മനസ്സിലാക്കുക. രോഹിണി, അത്തം, തിരുവോണം എന്നീ 3 നക്ഷത്രങ്ങളിൽ ജനിച്ചവരുടെ 5ാം ദശയായി വരുന്നത് ശനിദശയാണ്. ഈ 3 നാളുകാരുടെ ആദ്യ ദശ ചന്ദ്രദശയാണ്. 10 വർഷക്കാലമാണ് ചന്ദ്രദശയുടേത്. ആദ്യ ദശയായ ചന്ദ്രദശയെ പകുതി അഥവാ അർദ്ധദശയായി കണക്കാക്കിയാൽ 5 വർഷം അഥവാ 5 വയസ്സ് വരെ ഉണ്ടാകും. തുടർന്ന് ക്രമത്തിൽ ചൊവ്വ, രാഹു, വ്യാഴം എന്നീ ദശകൾ. ഇത്രയും ദശകൾ കഴിയുമ്പോൾ 46 വയസ്സാകും. അതുമുതൽ 19 വർഷം അതായത് 65 വയസ്സ് വരെ ശനിദശയാകും. 5ാം ദശയ്ക്ക് പ്രതരി നക്ഷത്രദശ എന്നാണ് പേര്. ശത്രുക്കളും അസന്തുഷ്ടികളും ഉണ്ടാകുന്ന ദശയാകും. ആ വാക്കിന്റെ ആശയം ഏതാണ്ട് അപ്രകാരമാകുന്നു. യൗവനാന്തത്തിൽ തുടങ്ങി വാർദ്ധക്യത്തോളം നീളുന്നതാണ് ആരോഗ്യ പ്രശ്നങ്ങൾ സ്വാഭാവികമായും വന്നു ചേരുക. വാതരോഗം, മാനസിക വിഷാദം തുടങ്ങിയവയും വേഗം ബാധിക്കാം. ജോലിയിൽ നിന്നും പിരിയുന്ന കാലമാകിയാൽ സാമ്പത്തിക ക്ലേശങ്ങളും വരാം. ഗൃഹനിർമ്മാണം, മക്കളുടെ കല്യാണം തുടങ്ങിയവ കടബാധ്യതയ്ക്ക് വഴിയൊരുക്കുന്നതുമാണ്. ചിലർക്ക് പ്രവാസം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് മടങ്ങാൻ സാധിച്ചേക്കില്ല. ഏകാന്തതയുടെ തുരുത്തിൽപ്പെട്ട് പോകുന്നവരും ശനിദിശയിൽ അപൂർവമല്ല. ഉറ്റവരുടെ വിരഹ വിയോഗങ്ങളും
ഇവരെ വിഷമിപ്പിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഗ്രഹനിലയിൽ ശനി ഇഷ്ടഭാവത്തിൽ ബലമുള്ള രാശികളിലായി സ്ഥിതി ചെയ്യുന്നവർക്ക് ഗുണാനുഭവങ്ങൾ ശനിദശയിൽ വർദ്ധിക്കുന്നു എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. 6ാം ദശയായി വരുന്നത് ആർക്കൊക്കെ എന്നുകൂടി മനസ്സിലാക്കുക. കാർത്തിക, ഉത്രം, ഉത്രാടം എന്നീ 3 നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് 6ാം ദശയാണ് ശനിദശ. ഈ നാളുകാർ സൂര്യദശയിൽ ജനിക്കുന്നു. 6 വർഷമാണ് സൂര്യദശ. അതിൻ്റെ പകുതി സ്വീകരിച്ചാൽ അർദ്ധദശ. 3 വർഷം അഥവാ 3 വയസ്സ് വരെ സൂര്യദശയും തുടർന്ന് ക്രമത്തിൽ ചന്ദ്രദശ, ചൊവ്വാദശ, രാഹുദശ, വ്യാഴദശ എന്നീ ദശകളുമാണ്. ഇത്രയും ദശകൾ പിന്നിടുമ്പോൾ 54 വയസ്സാകും. 6ാം ദശയായ ശനിദശ അത് മുതൽക്കാണ്. 19 വർഷമാണ് ശനിദശാകാലം എന്നത് ഓർമ്മിക്കുക. 54 വയസ്സ് മുതൽ 73 വയസ്സ് വരെ എന്ന് ചുരുക്കം. 6ാം ദശയ്ക്ക് സാധക നക്ഷത്രദശ എന്നും പേരുണ്ട്. പ്രായേണ നേട്ടങ്ങൾക്കാവും മുൻതൂക്കം എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. അതുവരെ വിശ്രമം അറിയാത്ത അധ്വാനിച്ചതിൻ്റെ ഫലം അനുഭവിക്കാനാകുന്നത് ശനിദശയിലാണ് എന്ന് വരാം. ഉത്തരവാദിത്തങ്ങൾ പൂർത്തീകരിച്ചതിൻ്റെ സംതൃപ്തിയും അനുഭവിക്കുവാൻ സാധിക്കും. ആധ്യാത്മികമായ താല്പര്യങ്ങൾക്കും ശനി വഴിയൊരുക്കാം. അവരവരുടെ ഗ്രഹനിലയിൽ ജാതകത്തിൽ ശനി ബലവാനാണ് എങ്കിൽ ശനിദശയുടെ സ്വതസിദ്ധമായ ക്ലേശങ്ങൾ നാമമാത്രമാകും. ശനി ദുർബലനാണ് എന്ന് വന്നാൽ അനിഷ്ടഫലങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നതാണ്. ശനിദശ 7ാം ദിശയായി വരുന്നത് ആർക്കൊക്കെ എന്നുകൂടി മനസ്സിലാക്കാം. ഭരണി, പൂരം, പൂരാടം എന്നീ 3 നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് 7ാം ദശയാണ് ശനിദശ. ഈ 3 നാളുകാരുടെ ജനനം ഏറ്റവും വലിയ ദശയായ ശുക്രദശയിലാകുന്നു. 20 വർഷമാണ് ശുക്രദശാകാലം. അതിൻ്റെ പകുതി അർദ്ധദശ സ്വീകരിച്ചാൽ 10 വർഷം അഥവാ 10 വയസ്സ് വരെ ശുക്രദശയാകും. തുടർന്ന് ക്രമത്തിൽ സൂര്യദശ, ചന്ദ്രദശ, ചൊവ്വാദശ, രാഹുദശ, വ്യാഴദശ എന്നീ ദശകളാണ്. ഇത്രയും ദശകൾ 6 ദശകൾ പിന്നിടുമ്പോൾ ശരാശരി 67 വയസ്സാകും. ശനിദശ അവിടെ തുടങ്ങുന്നു. ശുക്രദശ കഴിഞ്ഞാൽ ഏറ്റവും വലിയ ദശ ശനിദശയാണ്. 19 വർഷക്കാലമാണ് ശനിദശാകാലം എന്നത് ഓർമ്മിക്കണം. ദശ തീരുമ്പോൾ വയസ്സ് 86 ആകും. അങ്ങനെ വാർദ്ധക്യത്തിൽ തുടങ്ങി അതിവാർദ്ധക്യത്തിൽ അവസാനിക്കുന്ന ദശകളാണ് 7, 8, 9 വരുന്ന ദശകൾ എല്ലാം തന്നെ. ഏത് നക്ഷത്രക്കാർക്കും ഇത് തന്നെയാണ് അനുഭവം. 7ാം ദശയെ വധ നക്ഷത്രദശ എന്ന് പണ്ഡിതന്മാർ സംബോധനയും ചെയ്യുന്നതാകുന്നു. അപകടകാരിയും മരണമുണ്ടാക്കാൻ കെൽപ്പുള്ളതുമായ ദശ എന്നാണ് അതിൻ്റെ അർത്ഥം. 7ാം ദശയിൽ മനസ്സിനെയും ശരീരത്തെയുമെല്ലാം തളർത്തുന്ന അതിവാർദ്ധക്യം അനുഭവിക്കേണ്ടി വരും എന്ന കാര്യവും ഓർക്കുക. രോഗക്ലേശങ്ങൾ നിരന്തരമാകും. പരാശ്രയത്വമുണ്ടാകും. ഏകാന്തത, ദാരിദ്ര്യം, വിരഹ, വിയോഗാദികൾ മൂലം വിഷാദം, ബാധ്യതകൾ എന്നിങ്ങനെ പലതരത്തിലുള്ള ക്ലേശാനുഭവങ്ങൾ വന്ന് ഭവിക്കാം. സ്വന്തം ഗ്രഹനിലയിൽ അഥവാ അവരവരുടെ ജാതകത്തിൽ ശനി അനുകൂല ഭാവത്തിൽ സ്ഥിതി ചെയ്യുകയാണ് എങ്കിൽ ശനിദശ അത്ര ക്ലേശം ആവണം എന്നില്ല. ഉചിതമായ വഴിപാടുകളും പ്രാർത്ഥനകളും ശനിദശ ദോഷ നിവൃത്തിക്കായി അനുഷ്ഠിക്കുന്ന രീതി വിശ്വാസികളുടെ ഇടയിൽ പതിവ് തന്നെയാകുന്നു. എന്നാൽ ശനിദശ 8ാം ദിശയായി വരുന്നത് ആർക്കൊക്കെ എന്നുകൂടി അറിയുക. അശ്വതി, മകം, മൂലം എന്നീ 3 നക്ഷത്രങ്ങളിൽ ജനിച്ചവരുടെ 8ാം ദശ ശനിദശയാണ്. ഈ 3 നാളുകാരുടെ ജനനം ചെറിയ ദശകളിലൊന്നായ കേതുദശയിലാകുന്നു. 7 വർഷമാണ് കേതുദശാകാലം. അതിൻ്റെ പകുതി അർദ്ധദശ സ്വീകരിക്കുകയാണ് എങ്കിൽ 3.5 വയസ്സ് വരെ അഥവാ 3 വർഷം വരെ കേതുദശയുണ്ടാകും. തുടർന്നുള്ള ദശകളുടെ ക്രമം ഇപ്രകാരമാണ്: ശുക്രദശ, സൂര്യദശ, ചന്ദ്രദശ, ചൊവ്വാദശ, രാഹുദശ, വ്യാഴദശ. ഈ 7 ദശകൾ പിന്നിടുമ്പോൾ 80, 81 വയസ്സ് പിന്നിടും. അതുമുതൽ 19 വർഷം അതായത് 99, 100 വയസ്സ് വരെയാണ് 8ാം ദശയായ ശനിദശ. ആയുസ്സിന്റെ കാര്യത്തിൽ ഭാഗ്യവാന്മാർക്കും ഭാഗ്യവതികൾക്കും ഒക്കെയാവും വാർദ്ധക്യത്തിന്റെ പരമ കഷ്ടയിലെത്തുന്ന ശനിദശയിൽ പ്രവേശിക്കാൻ തന്നെ കഴിയുക. അത് പൂർത്തീകരിക്കാൻ കഴിയുക എന്നതാവട്ടെ അപൂർവം വ്യക്തികൾക്ക് കൈവരുന്ന ഭാഗ്യവുമാകുന്നു. 8ാം ദശയെ മൈത്രി ദശ എന്ന് പറയാറുണ്ട്. സുഹൃത്തിനെ പോലെ ഗുണകരവും ഹിതകരവും എന്ന് മൈത്രിയെ വ്യാഖ്യാനിക്കാം. 3, 5, 7 ആയി വരുന്ന ദശകൾ ഉണ്ടാകുന്ന അത്രയും ക്ലേശങ്ങൾ
വാർദ്ധക്യ കാലത്തെ ദശകളായ 8-ാം ദശയും 9-ാം ദശയും സൃഷ്ടിക്കില്ല എന്ന് പറയാറുണ്ട്. ഇങ്ങനെയൊക്കെയാണ് എങ്കിലും പ്രായം ഒരു ഘടകം തന്നെയാണ്. മൈത്രദശയാണ് എങ്കിലും ദുഃഖ ദുരിതങ്ങൾ അനുഭവിക്കേണ്ടതായി വരും എന്ന കാര്യവും ഓർക്കുക. ബാധ്യതകളൊഴിഞ്ഞ സ്വസ്ഥമായ ജീവിതം, കുടുംബസൗഖ്യം, രോഗാദികളുടെ കഠിനവും നിരന്തരവുമായ ഉപദ്രവം ഇല്ലാതിരിക്കുക തുടങ്ങിയവ 8-ാം ദശയിൽ സാമാന്യ പ്രതീക്ഷിക്കാവുന്ന കാര്യമാകുന്നു. ശനിദശ 9-ാം ദിശയായി വരുന്നത് ആർക്കൊക്കെ? അതേക്കുറിച്ച് മനസ്സിലാക്കാം. ആയില്യം, തൃക്കേട്ട, രേവതി എന്നീ 3 നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കാണ് ശനിദശ 9-ാം ദശയായി വരുന്നത്. ഈ 3 നാളുകാരുടെ ജനനം ബുധദശയിലാകുന്നു. 17 വർഷമാണ് ബുധദശയുടെ കാലാവധി. ജനനസമയവും അതിനെ മുൻനിർത്തി ആദ്യ ദശയുടെ ശിഷ്ടവും കണ്ടെത്തും. അതറിയില്ല എങ്കിൽ ജന്മദശയുടെ പകുതി കണക്കാക്കുകയാണ് സാമാന്യ രീതി. അതിനെ അർദ്ധദശ എന്ന് വിളിക്കുന്നു. ബുധദശയുടെ പകുതി 8.5 വർഷമാണ്, അഥവാ 8.5 വയസ്സ് വരെയാണ് ബുധദശ. തുടർന്ന് കേതുദശ, ശുക്രദശ, സൂര്യദശ, ചന്ദ്രദശ, ചൊവ്വാദശ, രാഹുദശ, വ്യാഴദശ എന്നിങ്ങനെ ശനിദശ ഒഴികെ എല്ലാ ദശകളും കടന്നു വരുന്നു. അത്രയും കഴിയുമ്പോൾ 92, 93 വയസ്സെത്തും. ശനിദശയുടെ ഊഴം അവിടം മുതലാണ്. 19 വർഷം കണക്കാക്കുമ്പോൾ 111 അല്ലെങ്കിൽ 112 വയസ്സ് വരെ ശനിദശയാകും. ഇതിന്റെ പ്രായോഗികത ഏതാണ്ട് അസാധ്യമാണ് എന്ന കാര്യം ഏവരും ഓർക്കുക. അഥവാ ആയില്യം, തൃക്കേട്ട, രേവതി എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് 9-ാം ദശയായ ശനിദശ അനുഭവത്തിൽ വരിക എന്നതും അപൂർവങ്ങളിൽ അപൂർവമാണ് എന്ന കാര്യവും ഓർക്കുക. എല്ലാ നാളുകാർക്കും ആയുഷ്മാന്മാരായ വ്യക്തികൾക്ക് പ്രായേണ 7-8 ദശകൾ വരെയാകും എത്തിച്ചേരാൻ സാധിക്കുക എന്നതും നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. പരമ മൈത്രിദശ എന്നും പേരുണ്ട്. 9-ാം ദശയ്ക്ക് പരമ മൈത്രിദശ എന്നും പേരുണ്ട് എന്ന കാര്യം ഓർക്കുക. ഏവരുടെയും ബഹുമാനവും സ്നേഹവായ്പും ലഭിക്കാവുന്നതുമാണ്. ശനി ഗ്രഹനിലയിൽ ദുർബലനെങ്കിൽ വർദ്ധിത ദുരിതങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. ആ കാര്യം